അൽഹംദുലില്ലാ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളെല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധമായ മുഹറം മാസം ആരംഭിക്കുവാൻ പോവുകയാണ്. ആ മുഹറം മാസത്തിൽ ഒരുപാട് പോരിശകളുണ്ട്. ആ പോരിശകളിലൊന്നാണ് ബിസ്മി എഴുതി സൂക്ഷിക്കുക എന്നത്. പരിശുദ്ധമായ മുഹറം മാസത്തിൽ ബിസ്മി എഴുതി സൂക്ഷിക്കാൻ എല്ലാവരും തയ്യാറല്ലേ? മുഹറം മാസം 1 രാത്രിയിലോ പകലോ ആരെങ്കിലും ബിസ്മി എഴുതി സൂക്ഷിച്ചാലുള്ള നേട്ടങ്ങൾ വലുതാണ്. ഒരുപാട് നേട്ടങ്ങളുണ്ടാകും. പടച്ചവൻ റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ആ നേട്ടങ്ങൾ എല്ലാം കൈവരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലെ മുസീബത്തുകൾ, ഇടങ്ങേറുകൾ, കടങ്ങൾ ഇതെല്ലാം ഈ ബിസ്മി എഴുതി സൂക്ഷിക്കുന്നത് കൊണ്ട് മുക്തി ഉണ്ടാകും. മക്കളെയും കുടുംബം ആപത്തുകൾ നമ്മൾ എന്തുദ്ദേശിച്ചാണോ ബിസ്മി എഴുതി സൂക്ഷിച്ച് വയ്ക്കുന്നത്, അള്ളാഹു ആ ബിസ്മിയുടെ മഹത്വം കൊണ്ട് നടത്തി തരുന്നതാണ് തീർച്ച. അള്ളാഹു നമ്മളെ അതിനെ അനുഗ്രഹിക്കാറുമാറാകട്ടെ. ഇതുവരെ ബിസ്മി എഴുതി സൂക്ഷിക്കാത്തവർ ഈ മുഹറം മാസത്തിൽ എഴുതി വെച്ച് സൂക്ഷിച്ചു നോക്കൂ. പടച്ചവൻ തീർച്ചയായും അതിൻ്റെ ഫലം തീർച്ചയായും ഉണ്ടാകും. എല്ലാ വർഷത്തിലും എഴുതുന്നവരും ഉണ്ടാകും, എന്നാൽ ഇവർ എഴുതാത്തവരും ഉണ്ടായിരിക്കും. ഈ ഒരു വർഷം എഴുതി സൂക്ഷിച്ചവർ മുടങ്ങാതെ എഴുതിയാൽ എല്ലാവർക്കും അടുത്ത പ്രാവശ്യം എഴുതാൻ തോന്നും. അതിൻ്റെ ഫലവും അറിഞ്ഞവർ തീർച്ചയായും വീണ്ടും എഴുതാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാവാൻ കാരണമാകും ബിസ്മി എഴുതുന്നത് കൊണ്ട്. മുഹറം മാസത്തിൽ 1-ാമത്തെ തീയതി രാവിലെയോ പകലോ രാത്രിയിലോ എഴുതാം. അതിൻ്റെ ചില നിബന്ധനകളൊക്കെ ഉണ്ട്. കൂടി വൃത്തിയായ സ്ഥലത്തിരുന്ന് കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് വൃത്തിയായുള്ള വെള്ള പേപ്പറിൽ എഴുതണം. അതിൽ നല്ല ആത്മാർത്ഥതയായിട്ട് വേണം എഴുതാൻ. അതിൽ ബിസ്മി എഴുതേണ്ടത് ഇങ്ങനെയാണ്. അതിൽ 113 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നെഴുതണം. അതും ഒറ്റ അക്ഷരങ്ങളായിട്ട് വേണം എഴുതാൻ. തെറ്റാതെ ശ്രദ്ധയോടുകൂടി നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ വിചാരിച്ച് ആത്മാർത്ഥതയോടുകൂടി എഴുതിയാൽ തീർച്ചയായും അതിന് ഫലം കിട്ടും. വിചാരിച്ച് ഫലം കിട്ടുക തന്നെ ചെയ്യുക. ബിസ്മി എഴുതി 113 പ്രാവശ്യം എഴുതിയ ശേഷം ആ പേപ്പർ ബിസ്മി 113 പ്രാവശ്യം എഴുതിയതിന് ശേഷം ആ പേപ്പറിൽ നോക്കി 113 പ്രാവശ്യം വായിക്കണം. ചൊല്ലിയതിന് ശേഷം ഇഷ്ഫി എന്ന് മന്ത്രിച്ച് ഊതണം. അതിനുശേഷം ആ പേപ്പർ നല്ല വൃത്തിയുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. അത് അള്ളാഹു നമുക്കതിനെല്ലാം അനുഗ്രഹിക്കുമാറാട്ടെ. ഒരുപാട് ഫലങ്ങളും ബുദ്ധികളും ഉള്ളതാണ്. അശുദ്ധിയുള്ള സ്ത്രീകൾക്ക് ഈ സമയത്ത് എഴുതാം. അതൊരു ദിക്റായിട്ട് വേണമെങ്കിൽ എഴുതാം. നമുക്കൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും. പടച്ചവൻ ആ ആഗ്രഹങ്ങളെല്ലാം കബൂലാക്കി തന്നെ. ഒരുപാട് ആപത്തുകളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകും. അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, മനസ്സുഖമില്ലാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ എല്ലാം അള്ളാഹു അതിനെല്ലാം ഒരു സമാധാനം നൽകും. ദുആ ചെയ്താലും അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പടച്ചവൻ തീർച്ചയായും സ്വീകരിക്കുക തന്നെ ചെയ്യും. എല്ലാവരും ശ്രമിച്ച് നോക്കുക. അൽഹംദുലില്ലാ. മുമ്പ് ബിസ്മി എഴുതി സൂക്ഷിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുന്നേ പ്ലീസ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കമൻറ്റ് ചെയ്ത് അഭിപ്രായം അറിയിക്കണേ. അള്ളാഹു നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ജന്നാത്തുൽ ഫിർദൗസിൽ. ആമീൻ.